എൻ്റെ പേര് ജെയിനി എൻപോൾ. ഞാൻ നിലമ്പൂരിലെ CMSLP സ്കൂളിലെ അഡ്മിനിസ്ട്രേറ്ററാണ്. 2024 ജൂൺ മാസം മുതൽ ഇവിടെ ചാർജ് വഹിക്കുന്നു. വളരെ സന്തോഷഭരിതമായിട്ടാണ് ഞങ്ങളുടെ സ്കൂൾ ജീവിതം മുന്നോട്ട് പോകുന്നത്. എന്നെ കൂടാതെ 3 ഡെയിലി വേജ് അധ്യാപകരുണ്ട്. കൂടാതെ LKG UKG കൈകാര്യം ചെയ്യുന്ന 2 അധ്യാപകർ, ഒരു അഡീഷണൽ ടീച്ചർ, എല്ലാവരും ഇവിടെയുണ്ട്. അതുപോലെ നമ്മുടെ നോൺമീൽ കൈകാര്യം ചെയ്യുന്ന ആൻറ്റിയുണ്ട്. എല്ലാവരും വളരെ സന്തോഷത്തോടെ ഒരു കുടുംബം പോലെ കഴിയുന്നു. മുൻപ് പഠിപ്പിച്ച അധ്യാപകരൊക്കെ ഇവിടെ ചെയ്ത സേവനങ്ങളെ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. കൂടാതെ നമ്മുടെ ഈ സ്കൂൾ 1901 സ്ഥാപിതമായ നമ്മുടെ നിലമ്പൊടിഞ്ഞ CMSLP സ്കൂൾ ഇപ്പോൾ വളരെ ഒരു ശോചനീയ അവസ്ഥയിലൊക്കെ ആയിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ഇവിടെ മുൻപ് പഠിച്ചവരും അതുപോലെ ഇവിടുത്തെ അധ്യാപകരായിരുന്നവരും ഒക്കെ നമുക്ക് നല്ല സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഈ സ്കൂൾ നിലനിൽക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും അവരുടെ ഭാഗത്തു നിന്ന് നൽകി തരുന്നുണ്ട്. ഇപ്പോൾ ഈ പ്രത്യേക അവസരത്തിൽ 1950 കാലഘട്ടത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന പ്രിയ സാറാമ്മ ടീച്ചറിനെ മോനായ ശ്രമിച്ചാൻ പ്രദേശത്താണ്. അദ്ദേഹം ഇപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്കൂള് കാണുന്നതിനും ഇവിടെ ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിനും ശ്രമിച്ചാനും നമ്മുടെ ഒപ്പമുണ്ട്. ഫോണിൽ മാത്രമേ സെന്നിച്ചാൻ്റെ ശബ്ദം കേട്ടിട്ടുള്ളൂ, ഫോട്ടോ കണ്ടിട്ടുള്ളൂ. പക്ഷെ നേരിട്ട് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. തിരക്കിനിടയിലും സ്കൂളിനെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്ത പ്രിയ സെന്നിച്ചാനോട് വളരെ നന്ദി സ്നേഹവും ഞങ്ങളുടെ അധ്യാപകരുടെ ഭാഗത്തു നിന്ന് കുടുംബത്തിൻ്റെ നന്ദി സ്നേഹവും അറിയിക്കുകയാണ്. സെന്നിച്ചാനെ സംബന്ധിച്ചിടത്തോളം സ്കൂളിനെ പറ്റി സാറിൻ്റെ മാതാവാണ് ഇവിടെ പഠിപ്പിച്ചത്. സാറിൻ്റെ ചെറിയ കാലഘട്ടങ്ങളൊക്കെ കുഞ്ഞിലെ ഉള്ള കാലഘട്ടങ്ങളിലൊക്കെ സ്കൂളിനെക്കുറിച്ചുള്ള പറഞ്ഞുള്ള അറിവുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ പിന്നീട് ആ ഓർമ്മകൾ പുതുക്കുവാനും ഒക്കെ നമ്മുടെ സ്കൂളിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഒപ്പം തന്നെ സെന്നിച്ചാനുണ്ട്. അതുപോലെ സ്കൂളിൽ പഠിപ്പിക്കുന്ന സാന്ദ്ര ടീച്ചറും കൂടെയുണ്ട്. വളരെ സന്തോഷം സെന്നിച്ചാനെ കാണാൻ സാധിച്ചില്ല. അതുപോലെ സെന്നിച്ചാൻ്റെ ബന്ധുക്കളായിരിക്കുന്നവരുമുണ്ട്, കൂടെയുണ്ട്, മോനെയൊക്കെ ഉണ്ട്. എല്ലാവരോടുമുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. ഇപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരു ചോർന്നൊലിച്ച ഒരു അവസ്ഥയാണ്. അപ്പോൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടുവാൻ വളരെ പ്രയാസകരമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു PT ആയിട്ട് ആലോചിച്ച് ഓട് താഴെ ഇറക്കി അത് പട്ടിക മാറ്റി GI പൈപ്പ് ആക്കാനായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടായി. അതിന് പ്രകാരം നമ്മൾ പലരെയും സമീപിക്കുകയുണ്ടായി. മാനേജ്മെൻറ്റിൽ നിന്ന് ചെറിയ സഹായം ലഭിച്ചു. അങ്ങനെ ഇപ്പോൾ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. പൂർത്തിയായിട്ടില്ല. മെയിൻ ഹാളിൻ്റെ പണികൾ നടക്കുന്നു. ഇനി തുടർന്നും നമുക്കൊരു ചെറിയ ഹാളുണ്ട്, അവിടെ അതിൻ്റെ പണി പൂർത്തീകരിക്കാനുണ്ട്. കിച്ചണിൻ്റെ മേൽക്കൂര ചെയ്യുവാനുണ്ട്. അതുപോലെ സ്കൂളിൻ്റെ ഒരു വരാന്ത നമുക്ക് ആവശ്യമാണ്. കൂടാതെ കുട്ടികൾക്ക് കളിസ്ഥലമില്ല. ചെറിയ പാർക്ക് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. എല്ലാം ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവം നിറവേറ്റി തരുമെന്ന് വിശ്വസിക്കുന്നു. സാന്ദ്ര ടീച്ചർ
എൻ്റെ പേര് സാന്ദ്ര സി സുരേഷ്. ഞാൻ ആദ്യമായിട്ട് ഈ സ്കൂളിൽ ജോയിൻ ചെയ്യുന്നത് ഈ വർഷം തന്നെയാണ്. ഞാൻ ഈ സ്കൂളിൽ നഴ്സറി മുതൽ 4ാം ക്ലാസ് വരെ ഞാനിവിടെ നഴ്സറി മുതൽ 4ാം ക്ലാസ് വരെ ഇവിടെ പഠിച്ച വിദ്യാർത്ഥിയാണ്. എൻ്റെ അച്ഛനൊക്കെ ഇവിടെ PTA പ്രസിഡൻ്റായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുള്ളതാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഈ സ്കൂളിൽ തന്നെ ആദ്യമായിട്ട് ജോയിൻ ചെയ്യാനും പഠിപ്പിക്കുവാനും കഴിഞ്ഞത്. അപ്പം ഈ സ്കൂളിൻ്റെ അവസ്ഥകളെപ്പറ്റി ഡെയിലി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇതെല്ലാം മാറി നല്ലൊരു ചുറ്റുപാട് നമുക്കുണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഇങ്ങനൊരു അവസരത്തിൽ സംസാരിക്കാൻ ദൈവം അനുഗ്രഹിച്ച് തോർത്ത് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു സാന്ദ്ര ടീച്ചർ. ഈ സ്കൂളിൻ്റെ ഒരു പശ്ചാത്തലം പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ അമ്മ ഒരു TTC പാസ്സായി കഴിഞ്ഞ ഒരു CSIക്കാരനെയാണ് കല്യാണം കഴിച്ചത്. അമ്മയുടെ സ്വദേശം തടിയൂരായിരുന്നു. മർത്തമ സഭയിൽപ്പെട്ട എൻ്റെ അമ്മ CSIയിൽ കല്യാണം കഴിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ആ സമയത്ത് അച്ചായൻ CMS സ്കൂളുകളിലായിരുന്നു ജോലി ചെയ്തത്. അച്ചായൻ ഗവൺമെൻറ് സ്കൂളുകളിലേക്ക് ട്രാൻസ്ഫറായി പോയപ്പോൾ അമ്മയെ പകരം ജോലിക്ക് ഏർപ്പെടുത്തി. പല പകരം ചെയ്തതിന് ശേഷം നിലംപൊടിഞ്ഞ, ആനക്കുഴി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അമ്മ സേവനം ചെയ്തിട്ടുണ്ട്. ആ സേവന സമയത്ത് അറിയാമല്ലോ, 70 വർഷങ്ങൾക്ക് മുമ്പ് 1950-കളിൽ 60-കളിൽ യാത്രാ സൗകര്യം ഒന്നുമേ തന്നെ ഇല്ലായിരുന്നു. മല്ലപ്പള്ളി ആനിക്കാട് പ്രദേശത്ത് നിന്നും അമ്മ നടന്നാണ് നിലംപൊടിഞ്ഞയിൽ വന്നുകൊണ്ടിരുന്നത്. പല കുന്നുകൾ കയറി ചേലക്കുമ്പ് വഴിക്കൊക്കെ വന്നുകൊണ്ടിരുന്നത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇന്നത്തെ പോലുള്ള യാത്രാ സൗകര്യമോ ചായക്കടയോ ഒരു ആഹാരത്തിനോ ഒന്നും ഒരു സൗകര്യമില്ലാത്ത സമയത്ത് പിഞ്ചു കുഞ്ഞുങ്ങളുമായിട്ട് അമ്മയും നിലംപൊടിഞ്ഞ സ്കൂളിൽ വരുമായിരുന്നു. നിലംപൊടിഞ്ഞ സ്കൂളിൽ വെച്ച് അമ്മയ്ക്ക് അതികഠിനമായ പ്രയാസം വന്നപ്പോൾ അമ്മ പ്രാർത്ഥിച്ചാണ് കൂത്രപ്പള്ളിയിലേക്കൊരു ട്രാൻസ്ഫർ മേടിച്ചെന്നാണ് അമ്മ പറയാറുള്ളത്. കൂത്രപ്പള്ളിയുടെ സ്ഥിതി, കൂത്രപ്പള്ളി CMS LPSൻ്റെ സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല ആ കാലഘട്ടങ്ങളിൽ. 50-കളിൽ നമ്മുടെ CMS സ്കൂളുകളെല്ലാം തന്നെ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച സ്കൂളുകളാണല്ലോ. ആ സ്കൂളുകളിൽ അന്നത്തെ വിദ്യാർത്ഥികൾ സത്യത്തിൽ നമ്മുടെ സഭക്കാരോ അല്ലെങ്കിൽ മാത്രമായിരുന്നില്ല, ഈ ചുറ്റുപാടുമുള്ള സകല ആൾക്കാർക്കും വിദ്യ അഭ്യസിപ്പിച്ച പ്രസ്ഥാനമാണ്. അങ്ങനെ ഞങ്ങൾ കൂത്രപ്പള്ളിയിൽ പിന്നീട് സ്ഥിരതാമസമാക്കുകയായിരുന്നു. എന്നാലും നിലംപൊടിഞ്ഞ എന്നും എൻ്റെ അമ്മയുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ആ സ്ഥലം വീണ്ടും ഒന്ന് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോഴാണ് ഓൺലൈനിലായിട്ട് ഞാൻ കണ്ടു, പ്രവാസിയായ ഒരു മലയാളി, ഈ കങ്ങഴയിലുള്ള ഒരു പ്രവാസി ഈ സ്കൂളിന് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യുന്നതായിട്ട്. പിന്നീട് വീണ്ടും ഞാൻ ആ ടീച്ചറുമായിട്ട് ബന്ധപ്പെടുകയും ജെയിനി ടീച്ചർ എന്നോട് പല കാര്യങ്ങൾ അഭ്യർത്ഥിക്കുകയുണ്ടായി. ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യം കൊണ്ട് ഞാൻ കൂത്രപ്പള്ളിയിൽ പല സ്കൂളിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ വിദേശത്താണ്, അമേരിക്കയിലാണ്. എങ്കിൽ പോലും ഈ നാടുമായിട്ട് ഇപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ജെയിനി ടീച്ചറിൻ്റെ ആഗ്രഹം പോലെ തന്നെ എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. ഞാൻ ടീച്ചറിനെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ സ്കൂൾ ഏറ്റവും നന്നായി ഇന്നും നിലനിൽക്കുന്ന ഈ സ്കൂൾ അടുത്ത ഒരു നൂറ്റാണ്ടുകൂടെ ബെറ്ററായിട്ട് നിലനിൽക്കുവാൻ, പരിസരത്തുള്ളവർക്ക് ജോലിയും വിദ്യാഭ്യാസവും നൽകുവാൻ. സത്യത്തിൽ നിലംപൊടിഞ്ഞ സ്ഥലം കാണേണ്ടത് തന്നെയാണ്. ഇവിടെ വരുവാനുള്ള ബുദ്ധിമുട്ട് ഇന്നും 2025 പ്രയാസം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമുക്കറിയാം പൂർവികർ എന്തുമാത്രം പ്രയാസപ്പെട്ടിരുന്നു. എനിവേ, ഈ ടീച്ചറിൻ്റെ ഈ ഉദ്യമത്തിന് ഞങ്ങളുടെ എല്ലാ ഭാവങ്ങളും ചേരുന്നു. ടീച്ചറിനോട് ഞാൻ ഒന്നുകൂടെ ഡീറ്റെയിൽഡായിട്ട് ഈ പ്രവർത്തനങ്ങളെ പറ്റിയും എസ്റ്റിമേറ്റ് പോസ്റ്റിനെ പറ്റിയും ഒന്ന് ചോദിക്കുകയാണ്. ടീച്ചർ വിവരിക്കുന്നതായിരിക്കും. നമുക്ക് ഇതിന് ഏകദേശം 3 ലക്ഷം രൂപയോളം നമുക്ക് ചിലവ് വരുന്നതാണ്. ഈ മേൽപ്പുരയുടെ വർക്ക് തന്നെ കൂടാതെ ഉള്ള വർക്കുകളാണ്. ഇവിടെ വരാന്ത അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ്. ഇത് തറ ടൈലിട്ടിട്ടില്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ 3 ബിൽഡിങ്ങിൻ്റെ, അതായത് കിച്ചൺ, ഈ മെയിൻ ഹാൾ, ഇപ്പോൾ ചർച്ച് നടക്കുന്ന ഹാള്, ഇതിൻ്റെ എല്ലാം കൂടി ഏകദേശം 3 ലക്ഷം രൂപയോളം ഇതിൻ്റെ വർക്കിന് വരും. നമുക്ക് മാനേജ്മെൻറ്റിൽ നിന്ന് വെറും 75,000 രൂപ ലഭിച്ചിട്ടുണ്ട്. നമ്മളൊരു കൂപ്പൺ പദ്ധതിയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് വലിയൊരു തുകയൊന്നും ലഭിച്ചില്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ പുറത്ത് ഞങ്ങൾ ഇറങ്ങി കുറച്ച് സമാഹരിച്ചു. അതൊരു 50,000 രൂപ, അതിൽ 25,000 രൂപയോളം ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയായിരിക്കുന്ന ജോസഫ് പൊന്നോലി സാറാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഏകദേശം ഒരു 2 ലക്ഷം രൂപ, 2.25 ലക്ഷം രൂപയെ ഞങ്ങളുടെ കയ്യിലുള്ളൂ. അപ്പം അതുകൊണ്ട് വേണം ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ.
സാമ്പത്തികം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു കളിസ്ഥലമില്ല. അപ്പോൾ അതിനു വേണ്ടിയുള്ള കാര്യങ്ങളും ഒക്കെ ഞങ്ങൾക്ക് ചെയ്യാനുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി. താങ്ക് യു ടീച്ചർ, ഇത്രയും സഹായിച്ചതിന് താങ്ക് യു സോ മച്ച്. ടീച്ചറിന് എല്ലാ സഹായങ്ങളും ഈശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ. ഒരുപാട് പറഞ്ഞു എല്ലാവരും സഹായിക്കണം. ഞങ്ങളുടെ ഈ സ്കൂളിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലേക്ക് എല്ലാവരും സഹായിക്കണം എന്ന് ഞാൻ താങ്ക് യു സോ മച്ച്.